നൊമ്പരം ആതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീർ. എന്താ സ്റ്റാച്യു ജംഗ്ഷനാ? എല്ലാവർക്കും ഇവിടെ ആരെങ്കിലും ചത്താ? ചത്തങ്ങി കൊണ്ടുപോയി കുഴിച്ചിടായിരുന്നു. ഇത് ചത്ത കണക്കേ ജീവിച്ചിരിക്കല്ലേ. എന്നാലും നമ്മുടെ പാർട്ടി തോറ്റുപോയല്ലോ. ഞാനും അതാണ് ആലോചിക്കുന്നത്, ഇത് എങ്ങനെ തോറ്റെന്നുള്ളതാണ്. നമുക്ക് എല്ലാരും വോട്ട് ചെയ്യാന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാണ്. ആ പറച്ചില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ട് ചെയ്തതൊക്കെ അപ്പുറത്തേക്കാണ്. ഇതാരാണ് ഇതൊക്കെ? അണികളല്ലാണ്ടായിരുന്നു. നല്ല പണി തന്നെ വോട്ടും ചെയ്യാതെ പരിപ്പോടെ ചായ കുടിക്കാൻ വന്നിരിക്കണം. വന്നിരിക്കണത് മതി. ഇനി ആർക്കാണ് ഈ മുദ്രാവാക്യൊക്കെ വിളിക്കണത്? മുദ്രാവാക്യം വിളിച്ചാൽ ഒരു ഈച്ചനെ ഓടിച്ചു. ആ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പാർട്ടി ഓഫീസിൽ ഈച്ചനെ ആട്ടിയിരിക്ക. ആരി നാളെ മുതൽ നമ്മൾ പണി തുടങ്ങിയല്ലേ? എന്ത് പണി? നമ്മൾ ഇനി 5 വർഷം കഠിനാധ്വാനം ചെയ്യണം. സമരം ചെയ്യാൻ എന്തെങ്കിലും കാര്യം വേണ്ടേ? എന്തെങ്കിലുമൊക്കെ കാരണം വരുമെന്നേ. എന്ത് കാരണം? ഒരു കാര്യം ചെയ്യ്, നമ്മുടെ പാർട്ടി ഓഫീസിന്റെ വാതിക്കല് ആ പൈപ്പിൽ വെള്ളം ഇല്ലല്ലോ, നാളെ അതൊരു കാരണമാക്കിയാലോ? അത് ഇന്നു മുതലല്ല വെള്ളം ഇല്ലാതിരിക്കണത്. നമ്മുടെ ഭരണം ഉണ്ടായിട്ടില്ലേ 10 വർഷം. ആ 10 വർഷങ്ങളായിട്ട് അതിനകത്ത് വെള്ളം വന്നില്ല. ഇപ്പൊ ഭരണം മാറില്ല, ഇനി നമുക്ക് ചെയ്യാലോ. ചെയ്യാലോ. ഇതാണ് നമ്മുടെ പാർട്ടിയുടെ കുഴപ്പം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിനെ കുത്തി പറയരുത് കേട്ടോ. പാർട്ടിക്കകത്ത് നിന്ന് ഒരു പാർട്ടിക്ക് വേണ്ടി കുത്താത്തത് കൊണ്ടാണ് നമ്മുടെ പാർട്ടി തോറ്റുപോയത്. അതാദ്യം മനസ്സിലാക്ക്. വന്നോണ്ടല്ലോ. ആ തോറ്റ് 8 നില തോറ്റ ലച്ചുവാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവിടെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ തോറ്റ് തലേ മുണ്ടിട്ട് പുറത്തിറക്കാൻ കഴിയാതെ നിൽക്കണ്. അതിന്റെ ഇടയ്ക്ക് നീ ടൂർ പോടാ. കൂടെ പറയിപ്പിക്കരുത് കേട്ടോ. എന്റെ കെട്ടിയ മര്യാദയ്ക്ക് വന്ന് പറഞ്ഞല്ലേ എന്നെ മത്സരിപ്പിക്കരുതെന്ന്. അപ്പൊ നിങ്ങൾക്കായിരുന്നു നിർബന്ധം. ഞാൻ മത്സരിച്ചു, തോറ്റു, എന്നെ വീട്ടിൽ നിന്ന് പുറത്തു ആക്കി. ഇപ്പൊ അങ്ങേര് പറയാ നിന്നെ പാർട്ടി ഏറ്റെടുത്തോളുന്നു. അതേ പാർട്ടിക്ക് അടുത്ത ബാധ്യത. എന്നാലും തോറ്റു എന്ന് കേട്ടപ്പോ എന്റെ ഉഷാറും പോയി, ആരോഗ്യവും പോയി. അതാ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴേ കയ്യിൽ നിന്ന് പോയി. വേറെ കേസ് പറ. അതെ, ഇത്രയും നാള് സെക്രട്ടറി എന്നെ സ്നേഹത്തോടെ ലച്ചു ലച്ചൂന്ന് വിളിച്ചോണ്ടിരുന്ന. ഇപ്പൊ അങ്ങേര് എന്നെ ലച്ചു നല്ല വിളിക്കണേ. തൊലച്ചൂന്ന്. പിന്നെ ചെയ്തല്ലോ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം, അതെ ഞാൻ ചോദിക്കണ വേറെ കാര്യമാണ്. നമ്മുടെ PVC പാർട്ടി എങ്ങനെ തോറ്റു? എന്റെ ഒരു നിഗമനത്തിൽ അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, നമ്മുടെ പാർട്ടിക്കാരെക്കാൾ കൂടുതൽ വോട്ട് അവർ പിടിച്ചു എന്നുള്ളത്. 2, അവരുടെ പാർട്ടിക്കാരെക്കാൾ കുറവ് വോട്ടാണ് നമുക്ക് കിട്ടിയത്. 2 കറക്റ്റ് പോയിന്റാണ്. ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിച്ചുണ്ടാക്കിയത് സംഭവം. അപ്പൊ ഈ 2 കാരണങ്ങളാണ് നമ്മുടെ പാർട്ടിയെ കൂപ്പ് കുത്തിച്ചത്. കോപ്പ് കത്തിച്ചെന്നല്ല, നമ്മുടെ പാർട്ടിയെ കൂപ്പ് കുത്തിച്ചത്. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. വലിയ തള്ളി മറിക്കലായിരുന്നല്ലോ നമ്മുടെ പാർട്ടി തോറ്റ. പകുതി മീശ എടുക്കുന്നു, എന്നിട്ട് മീശ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ വാക്ക് പാലിച്ച്, ഞാൻ മീശ എടുത്തായിരുന്നു. ഞാൻ ഒരാളോട് പന്തയം വെച്ചാൽ ഈ സൈഡിലെ മീശ എടുക്കുന്നു, വേറൊരാട് ഞാൻ പന്തയം വെച്ചാൽ റൈറ്റ് സൈഡിലെ മീശ എടുക്കുന്നു. അങ്ങോട്ട് എടുത്തില്ല. ആര് പറഞ്ഞു? ഇത് നമ്മുടെ ഒരു വെയിറ്റുകളായിരിക്കാം. അല്ല, താഴ്ത്താൻ മുറുക്കാൻ കടക്കാരനോട് പറഞ്ഞിട്ടുണ്ടായില്ല പാർട്ടി തോറ്റു കഴിഞ്ഞാൽ ഉള്ളു മീശ ഓടിച്ചു കളയൊന്ന് അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. നാളെ മുതൽ വെപ്പ് വിശ്വാസം എനിക്ക് നടക്കാമല്ലോ. അത് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഓക്കെ. അതെ, ഞാൻ വേറൊരു കാര്യം പറയാം. എന്താണ്? അവന്മാര് ഭരണത്തിൽ കയറിയ വെറുതെ ഇരിക്കൂല. നമുക്കൊക്കെ ഇട്ട് പണി തരും. നമ്മളെ പിടിച്ച് അകത്തിടാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് തെറ്റിയിട്ട് നമ്മളെ ജയിലിടണം? ഇവിടെ നമ്മള് രക്ഷാപ്രവർത്തനം നടത്തിയ അതൊക്കെ അവരുടെ ഓർമ്മയിലുണ്ട്. വേറെ കേസുണ്ട്, നമ്മുടെ പാർട്ടി അതിൽ മുറ്റാണല്ലോ. ജയിലിലെ ശമ്പളം 3 ഇരട്ടിയാക്കിയിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ചെന്നാലും മോശമുണ്ടാവൂല, നമ്മ സേഫാണ്. അപ്പൊ നമ്മൾ സേഫാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. എന്താണെന്നറിയില്ല, ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോ തുടങ്ങിയിട്ടില്ല നെഞ്ചിലൊരു വേദന. ഗ്യാസിന്റെ പ്രശ്നമാണ്. ഗ്യാസിന്റെ പ്രശ്നം യുദ്ധം തുടങ്ങിയപ്പോ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ സേഫാണ്. വീട്ടിൽ 2 കുറ്റിയുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, ഈ ഗ്യാസിന്റെ വയറ്റിലെ ഗ്യാസിന്റെ പ്രശ്നമാണോ? അത് റിസൾട്ട് അറിഞ്ഞപ്പോ തന്നെ ഗ്യാസ് പോയല്ല. ജലൂസിലെടുത്ത് കളിച്ചുവിടാ. പേരല്ലേ അത്? അയ്യോ അതല്ല, അതേ സെക്രട്ടറി വരുന്നു. പാർട്ടി സെക്രട്ടറിയാ? എന്ത് കഷ്ടം. എല്ലാരും ഇരുന്നോ. ആരും എഴുന്നേറ്റില്ലല്ലോ ഇരിക്കാനായിട്ട്. എനിക്കറിയാ ഇനി ആരും എഴുന്നേൽക്കൂലെന്ന്.
അല്ലപ്പാ ഇവിടെ കട്ടൻ ചായ പരിപാടിയൊന്നുമില്ലേ? ഇനി അതും ചോദിച്ചോണ്ട് ആ കടയിലേക്ക് ചെല്ലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ മുട്ടുകാർ വെല്ലു ഓടിക്കുന്ന പറഞ്ഞാണ്. അത് തന്നെയല്ല കുറെ നാളത്തെ പൈസ കൊടുക്കാറുണ്ട്. ആ, ഞാൻ ഖജനാവിലുണ്ടായിരുന്ന ചില്ലറ എടുത്ത് അവർക്ക് കൊടുത്തില്ലേ? അപ്പൊ അത് കാലിയാക്കിയല്ല എന്നാ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും പെൻഷൻ ഉണ്ട്. പെൻഷൻ ഉണ്ടാ? ആ, സസ്പെൻഷൻ. അത് നിങ്ങൾക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ പാർട്ടി തോക്കില്ല തോക്കില്ല തോക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ മേലോട്ട് 3 റൗണ്ട് വെടിവെച്ചിട്ട് നമ്മുടെ പാർട്ടി ഇവിടുന്ന് പിരിച്ചു വിട്ടേനെ ജനം. തോക്കുണ്ടായിരുന്നെങ്കിൽ. അയ്യോ, തോക്കില്ല എന്നല്ല പറഞ്ഞത്. നമ്മുടെ പാർട്ടി തോൽക്കില്ല തോൽക്കില്ല തോൽക്കില്ല. ഈ വർത്താനം നിർത്തിയിരുന്നെങ്കിൽ പണ്ട് നമ്മൾ ജയിച്ചാനേ. എന്താ നമ്മുടെ പാർട്ടി തോക്കാനുള്ള കാരണം? അത് ഇതുവരെ മനസ്സിലായില്ലേ? സെക്രട്ടറി പറയണം. അതായത് നമ്മുടെ പാർട്ടി തോൽക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർമാർക്കിടയിലുള്ള ജുഗുപ്സാവഹമായ ആന്തരികമായ ഒരു ആന്തോളനത്തിലുണ്ടായ വിസ്ഫോടനം. ആ വിസ്ഫോടനത്തിന്റെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല തോക്കാനുള്ള കാരണം. തോക്കാനുള്ള കാരണം അതായത് ജനങ്ങൾക്കിടയിൽ നമ്മുടെ വോട്ടർമാർക്കിടയിൽ ഉണ്ടായ തോൽക്കാനുള്ള കാരണം തോക്കാനുള്ള കാരണം ചോദിച്ചപ്പോ നമ്മുടെ പാർട്ടി തോറ്റുന്ന ഈ സെക്രട്ടറിക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കടി. നമ്മുടെ പാർട്ടി തോറ്റു തോറ്റു തോറ്റു. അവിടെ പറയാനാണോ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങേരോട് പറയുന്നതിലും നല്ലത് ഈ കസേരയോട് പറഞ്ഞ അതിനെങ്കിലും മനസ്സിലാക്കി. അത് ശരി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പാർട്ടി തോറ്റാലും എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഞാൻ ജീവിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ട്രെയിനിൽ അപ്പം വിറ്റ് ഞാൻ ജീവിക്കും. അപ്പൊ ഉണ്ടാക്കാൻ കൊടുക്കണ എന്തപ്പം കുഴപ്പം അനുഭവിക്കണത് അതോ? അതെ, ഞാൻ വേറൊരു ടെൻഷനിലാണ്. ഞാൻ എന്റെ മകനെ വളരെ പ്രതീക്ഷയോടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത്. അവനൊരു സീറ്റും മേടിച്ചു കൊടുത്ത് 8 നില പൊട്ടിയിട്ട് ചിരിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് കയറി വന്നാണ്. ഞാൻ പറഞ്ഞ ഇറങ്ങടാ എന്റെ കുടുംബത്തിൽ നിന്ന്, നീ ഒന്നും എന്റെ മകനല്ലടാന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യ പറയണ്, ഈ സത്യം ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങളോട് പറയണം, എങ്ങനെ പറയും, വിഷമിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങളെ മോനല്ലേ? അല്ല. അപ്പൊ അതിന്റെ കുഴപ്പം എന്താന്ന് കുഴപ്പം അത് വലിച്ചു നീട്ടി കുഴപ്പമുണ്ടാക്കല്ലേ മാറി. ഇതുപോലൊരു സംഭവം എനിക്കും ഉണ്ടായി. നിങ്ങളുടെ മോനല്ലേ? അതല്ലെന്ന് വേറെ കുഴപ്പം. ഞാൻ ഒരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ചെന്നു. നമ്മളൊരു ശൈലി ഉണ്ടല്ലോ. അപ്പൊ ഒരു കൊച്ചവിടെ നിൽക്കുന്നുണ്ട്. ആ കൊച്ചിനെ എടാ മാമൻ എടുക്കട്ടാ, അങ്ങള് ഇങ്ങ് വാട മോനെ എടുക്കട്ടാന്ന് പറഞ്ഞപ്പോ പറയണേ, എന്നെ എടുത്തിട്ട് കാര്യമില്ല, എനിക്ക് വോട്ടില്ല, അമ്മയ്ക്ക് വോട്ടുണ്ട്, അമ്മേനെ ഇപ്പൊ എടുത്തോളാൻ പിന്നെ കേൾക്കാത്ത ദിവസം ഞാൻ കയറി എടുത്ത്. പിന്നെ ഒന്നും ഓർമ്മയില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഐസിയുന്ന് ഇറക്കിയതാണ്. അത് തന്നെ ഞാൻ പറഞ്ഞത്, പിന്നെ ഒന്നും ഓർമ്മയില്ല. നമ്മൾ പാർട്ടിന്ന് പുറത്താക്കിയില്ലേ, അപ്പൊ വലിഞ്ഞേറി വരുന്നുണ്ട്. അപ്പൊ എന്തോ കുഴപ്പമുണ്ടാക്കാന പരിപാടിയാന്ന് തോന്നുന്നു. എന്താ ഇവിടെ കാര്യം? അയ്യോ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നല്ല. നിങ്ങളോട് എല്ലാരോടും ഒരു താങ്ക്സ് പറയാനാ വന്നത്. എന്തിനാണ് ഞങ്ങളോട് താങ്ക്സ് പറയണേ? അയ്യോ, പാർട്ടിയുടെ പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ തുറന്നു കാട്ടിയപ്പോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കുലകുത്തിയാക്കി. ഈ സമയം എതിർ പാർട്ടിക്കാർ എനിക്ക് സീറ്റ് നൽകി വിജയിപ്പിച്ച് MLA ആക്കി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എനിക്കല്ല തെറ്റുപറ്റിയത് പാർട്ടിക്കാണെന്ന്. അയ്യോ, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇനിയും പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറയുന്നവരെ കുലം കുത്തിയാക്കി നിങ്ങളൊക്കെ പുറത്താക്കണം. എന്നിട്ട് പാർട്ടി അങ്ങ് ഇല്ലാതാക്കണം കേട്ടോ. അപ്പൊ എല്ലാരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ, MLA ആക്കിയതിന്. താങ്ക് യു. അവനെ വിവരമുണ്ട്. നല്ലതാണോ താങ്ങിച്ചു പോയല്ലേ? പിന്നെ കൊള്ളാലാള്. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നല്ല, പിന്നെ നിങ്ങളെ മാറ്റി ഞങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.